ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫൈനലി അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഒരു സെയിൽ സീസൺ വന്നിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേ സെയിലും ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും സെയിലും നമുക്ക് മൺഡേ തൊട്ട് സ്റ്റാർട്ട് ആവുകയാണ്. മൺഡേ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, സൺഡേ നൈറ്റ് 12 മണി അപ്പോഴായിരിക്കും സ്റ്റാർട്ട് ആവുന്നത്. ഈ സെയിലിലുള്ള ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഡീൽസ് ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഈ സെയിലൊക്കെ എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു കളിയാണ്. അപ്പോൾ ആമസോണിൽ വരുന്നത് ആക്ച്വലി നമുക്ക് SBIയുടെ ഡെബിറ്റും ക്രെഡിറ്റ് കാർഡിലായിരിക്കും മാക്സിമം ഡിസ്കൗണ്ട് വരുന്നത്. ഫ്ലിപ്കാർട്ടിൽ ICICIയിലും ആക്സിസിൻ്റെ ക്രെഡിറ്റ് കാർഡിലായിരിക്കും മാക്സിമം ഡിസ്കൗണ്ട് വരുന്നത്. മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഓരോ സെഗ്മെൻ്റ് ആയിട്ട് പോകാം. ആദ്യം അണ്ടർ 15,000 ബെസ്റ്റ് ഡീല് ഞാൻ പറയാം. ഒരു ഓവറോൾ ബാലൻസ്ഡ് ഫോണ് നത്തിങ്ങിൻ്റെ CMF Phone 2 Pro ആയിരിക്കും. കാരണം ഇതിൽ ക്യാമറ നല്ല സോർട്ടഡ് ആണ്, നമുക്ക് ടെലിഫോട്ടോ ലെൻസൊക്കെ വരുന്നുണ്ട്. അതാണ് അപ്പോൾ അത് അണ്ടർ 15,000 ഒന്നും കിട്ടാറില്ല. മനസ്സിലായി. പിന്നെ ബാറ്ററി 5000 mAh 33 വാട്ടിൻ്റെ ചാർജർ ബോക്സ് വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ നല്ലതാണ്. പിന്നെ ഡീസൻറ്റ് ലെവൽ, അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ലൊരു ഓവറോൾ ബാലൻസ്ഡ് ഫോണാണ്. സോഫ്റ്റ്വെയർ അടിപൊളിയാണ്. അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അവരുടെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓഫറൊക്കെ ചേർത്ത്, കാർഡ് ഓഫർ ചേർത്ത് 14,999 ആണ്. ഇത് ഫ്ലിപ്കാർട്ടിലാണ് നമുക്ക് വരുന്നത്. മനസ്സിലായി. പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ ബാറ്ററിയും ഭയങ്കര സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ഒക്കെയാണ് നിങ്ങളെ പ്രയോറിറ്റി എങ്കിൽ 2 ഫോൺസ് നമുക്ക് വേറെ ഉണ്ട്. അണ്ടർ 15,000 വരുന്ന റിയൽമി P4 ഉണ്ട്, ഒപ്പോ K18 ഉണ്ട്. ഈ 2 ഫോണും ഓഫറൊക്കെ ചേർത്ത് 14,999 ആയിരിക്കും അവൈലബിൾ. മനസ്സിലായി. ഇതും ഫ്ലിപ്കാർട്ടിലാണ്. ഈ 2 ഫോണും ഫ്ലിപ്കാർട്ടിലാണ്. എന്ന് വെച്ചാൽ രണ്ടും അത്യാവശ്യം നല്ല ഫോൺസ് തന്നെയാണ്. റിയൽമിയുടെ നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ആണ്. മനസ്സിലായി. 180 സംതിങ് ഗ്രാമേ ഉള്ളൂ. 7000 mAh ബാറ്ററി ഉണ്ടായിട്ട് പോലും. രണ്ടിൽ 7000 mAh 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെയാണ് വരുന്നത്. മനസ്സിലാവും. അപ്പോൾ 7000 mAh ഉണ്ടായിട്ട് പോലും റിയൽമി 186 ഗ്രാമേ ഉള്ളൂ. ഒപ്പോ K13 ഒരു അറൗണ്ട് 210 ഗ്രാം ഒക്കെ ഉണ്ട്. മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ഓക്കെ ആണോന്നൊക്കെ നോക്കുക. മനസ്സിലായി. ബാക്കി ഡിസൈനും അതൊക്കെ വെച്ച് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക അതിൽ രണ്ടിലെ ഏത് ഫോൺ എടുക്കണം എന്നുള്ളത്. മോസ്റ്റ് ബാലൻസ്ഡ് CMF Phone 2 Pro ആയിരിക്കും. പിന്നെ ഈ 3 ഫോൺസിൻ്റെ 128 വേരിയൻ്റ് ആയിരിക്കും കൂടുതൽ വാല്യൂ ഫോർ മണി കേട്ടോ. 256 പോകുമ്പോൾ അത് പിന്നെ നമുക്ക് വേറെ സെഗ്മെൻ്റ് ആവും. ഓക്കെ, ഇനി അണ്ടർ 20,000 നമുക്ക് റിയൽമിയുടെ P4ൻ്റെ P4 Pro എന്നൊരു ഫോൺ വരുന്നുണ്ട്. റിയൽമി P4 Pro. ഈ ഫോൺ ഓഫറൊക്കെ ചേർത്ത് 19,999 ആയിരിക്കും. നമുക്ക് ഫ്ലിപ്കാർട്ടിലായിരിക്കും കിട്ടുന്നത്. ഇതും അടിപൊളി ഫോണാണ് കേട്ടോ. എന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൺ 7 Gen 4 ചിപ്സെറ്റും 7000 mAh ബാറ്ററി, നല്ല കിട്ടുന്ന ഹാപ്റ്റിക്സിൻ്റെ എക്സ്പീരിയൻസും അത്യാവശ്യം നല്ല ക്യാമറാസും അങ്ങനെയൊക്കെ വരുന്ന അടിപൊളി ഒരു ഫോണാണ്. പിന്നെ അണ്ടർ 20,000 വേറെ നിങ്ങൾക്ക് പെർഫോമൻസ് ഭയങ്കര പ്രൊവൈഡ് ആണെങ്കിൽ പോക്കോ X7 Pro എന്നൊരു ഫോൺ. ഇതും ഫ്ലിപ്കാർട്ടിൽ തന്നെയാണ് വരുന്നത്. അതും ഓഫറൊക്കെ ചേർത്ത് നമുക്ക് 19,999 ആയിരിക്കും ഈ ഫോൺ കിട്ടുന്നത്. ഇനി നിങ്ങൾ പ്രൈസ് കുറച്ചുകൂടെ കൂട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അറൗണ്ട് 22,000 OnePlusൻ്റെ Nord C5 കിട്ടും. സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൽ വരുന്നത്. അത് മാത്രമേ ഒരു മേജർ കോണായിട്ടുള്ളൂ. ബാക്കി ഫോൺ വൈസ് അടിപൊളിയാണ്. നമുക്ക് ഡയമൻസിറ്റിയിൽ 8350 ചിപ്സെറ്റാണ് വരുന്നത്. 7000 mAh ബാറ്ററി, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് എല്ലാം ഉണ്ട്. മനസ്സിലായി. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അറിയാമല്ലോ, OnePlusൻ്റെ അടിപൊളിയാണ്. പിന്നെ അറൗണ്ട് 22,000 തന്നെ നമുക്ക് IQ Neo 10Rൻ്റെ ബേസ് വേരിയൻറ്റ് കിട്ടും. മനസ്സിലായി. ഇതും ആമസോണിൽ തന്നെയാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് പെർഫോമൻസ് ഹൈയസ്റ്റ് പ്രയോറിറ്റി ആണെന്ന് നോക്കുവാണെങ്കിൽ ഈ ഒരു ഫോൺ നല്ലതായിരിക്കും. സ്നാപ്ഡ്രാഗണിൻ്റെ 8S Gen 3 ചിപ്സെറ്റാണ് വരുന്നത്. 6400 mAh ബാറ്ററിയും പിന്നെ നല്ല കിടിലൻ ഫാസ്റ്റ് ചാർജിങ്ങും നല്ല കിടിലൻ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇതിൻ്റെ 256GB വേരിയൻറ്റിലാണ് UFS 4 സ്റ്റോറേജ് ഒക്കെ വരുന്നത്. അപ്പോൾ അത് അല്പം കൂടെ ആവും, 24,000 ആവും. ഇപ്പോൾ പെർഫോമൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അണ്ടർ 25,000 ഈ IQ Neo 10R ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ നിങ്ങൾക്ക് ക്യാമറയാണ് ഹയസ്റ്റ് പ്രയോറിറ്റി എങ്കിൽ നത്തിങ് ഫോൺ 3A Pro വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ ചിപ്സെറ്റ് കുറച്ച് വീക്കാണ് കേട്ടോ. സ്നാപ്ഡ്രാഗൺ 7S Gen 3 ആണ് വരുന്നത്. ഈ ഫോൺ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ. ഓഫറൊക്കെ കഴിഞ്ഞ് 24,999 ആണ് വരുന്നത്. മനസ്സിലാവും. പക്ഷേ ഇതിൻ്റെ ഒരു സൂം ലെൻസ് 3x പെരിസ്കോപ്പ് വേറെ ലെവലാണ്. ബാക്കി ക്യാമറ ഫോട്ടോസിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ് കേട്ടോ ഈ ഫോൺ. മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി ഒരു പ്രയോറിറ്റി ആണെങ്കിൽ നല്ലൊരു ഫോണാണ് കൺസിഡർ ചെയ്യാൻ. പിന്നെ നിങ്ങൾക്ക് ഓവറോൾ ഒരു ബാലൻസ്ഡ് പാക്കേജ് വേണമെങ്കിൽ മോട്ടോയുടെ Edge 60 Pro ഫ്ലിപ്കാർട്ടിൽ 24,999 ആയിരിക്കും ഈ ഫോണിൻ്റെ സെയിൽ പ്രൈസ്. നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പാക്കേജാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസും ക്യാമറാസും എല്ലാം ബാലൻസ്ഡ് ആയിട്ട് വരുന്ന ഒരു ഫോണാണ്. കർവ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങളെ പ്രയോറിറ്റിയിലുണ്ടെങ്കിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അണ്ടർ 25,000 ക്യാമറ ഭയങ്കര പ്രയോറിറ്റി ആണെങ്കിൽ നത്തിങ് ഫോൺ 3A Pro കൺസിഡർ ചെയ്യാമെന്ന്. നത്തിങ് ഫോൺ 3A നമുക്ക് അറൗണ്ട് 21,000 മനസ്സിലായി. ഓഫറൊക്കെ ചെയ്ത് 20,999 ആയിരിക്കും ഈ ഫോൺ കിട്ടുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും നല്ല ഡിസ്പ്ലേയും നല്ല ബാറ്ററിയും പിന്നെ ആ ഒരു നത്തിങ്ങിൻ്റെ വെറൈറ്റി ഡിസൈനും ടെലിഫോട്ടോ ലെൻസും എന്ന് വെച്ചാൽ 2x ടെലിഫോട്ടോയാണ് വരുന്നത്. പക്ഷേ ആ ഒരു 21,000 പ്രൈസിന് ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിങ്ങളെ പ്രയോറിറ്റി എങ്കിൽ ആ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ഈ ഫോൺസിൻ്റെ ഈ ഫോൺ 3Aയുടെയും 3A Proയുടെ പ്രശ്നം വെച്ചാൽ നമുക്ക് ചാർജർ എക്സ്ട്രാ മേടിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യം വരും.
ഇനി അണ്ടർ 30,000 നിങ്ങൾ പെർഫോമൻസ് ആണ് ഹയസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നോക്കുന്നതെങ്കിൽ IQ Neo 10 കൺസിഡർ ചെയ്യാം. സ്നാപ്ഡ്രാഗൺ 8S Gen 4 ആണ് ചിപ്സെറ്റ് വരുന്നത്. 7000 mAh ബാറ്ററി വരുന്നുണ്ട്. പിന്നെ നല്ല കിടിലൻ ഫാസ്റ്റ് ചാർജിങ്, കിടിലൻ ഡിസ്പ്ലേ. പിന്നെ IQൻ്റെ പെർഫോമൻസ് ട്യൂണിങ് അറിയാമല്ലോ, സൂപ്പറാണ്. പിന്നെ മെയിൻ ക്യാമറ ഡീസൻറ്റും കാര്യങ്ങളൊക്കെയാണ്, മനസ്സിലായി. അപ്പോഴേ പെർഫോമൻസ് ഹയസ്റ്റ് പ്രയോറിറ്റി ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഓവറോൾ ഒരു ബാലൻസ്ഡ് നല്ല സോഫ്റ്റ്വെയറും അങ്ങനത്തെ ഒരു ഫോൺ വേണമെങ്കിൽ OnePlus Nord 5 ഭയങ്കര ഡിസ്കൗണ്ട് ഒന്നും ഈ ഫോണിൽ വന്നിട്ടില്ല. പക്ഷേ ഐ സ്റ്റിൽ ബിലീവ് അണ്ടർ 30,000 ഇത് തന്നെയാണ് ഒരു ഓവറോൾ ബാലൻസ്ഡ് ഓപ്ഷൻ എന്നുള്ളത്. സ്നാപ്ഡ്രാഗണിൻ്റെ 8S Gen 3 ചിപ്സെറ്റ് വരുന്നുണ്ട്. പിന്നെ 7000 mAh ബാറ്ററി, 80 വാട്ട് ചാർജിങ്. പിന്നെ OnePlusൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഹാപ്റ്റിക് എക്സ്പീരിയൻസും അങ്ങനെ എല്ലാം വരുന്നുണ്ട്. പിന്നെ അണ്ടർ 30,000 നിങ്ങൾക്ക് ക്യാമറയാണ് ഹയസ്റ്റ് പ്രയോറിറ്റി എങ്കിൽ സാംസങ്ങിൻ്റെ S24 FE സെയിൽ നല്ലൊരു പ്രൈസിന് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ 29,999 ആയിരിക്കും ഈ ഫോണിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് സെയിലൊക്കെ. എന്ന് വെച്ചാൽ ഇതിൽ 3x ടെലിഫോട്ടോ വരുന്നുണ്ട്. പിന്നെ മെയിൻ ക്യാമറ അത്യാവശ്യം നല്ലതാണ്. സെൽഫി സാംസങ്ങിൻ്റെ ആയിട്ട് നല്ല ട്യൂണിങ് ആയിരിക്കും. പിന്നെ മെയിൻ അഡ്വാൻറ്റേജ് ഈ ഫോണിന് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ആയിരിക്കും, മനസ്സിലായി. സാംസങ്ങിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ഒബ്വിയസ്ലി നല്ലതാണ്. അപ്പോഴും വീഡിയോ നിങ്ങൾക്ക് പ്രയോറിറ്റി ആണെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യുക പ്രൈസിൽ, മനസ്സിലായി. പിന്നെ പെർഫോമൻസ് ഭയങ്കര കിടിലായിരിക്കില്ല. Exynos 2400 ചിപ്സെറ്റാണ് വരുന്നത്. പക്ഷേ അത് അത്യാവശ്യം നല്ല ചിപ്സെറ്റ് കേട്ടോ, ഭയങ്കര ശോകം ചിപ്സെറ്റ് അങ്ങനെയൊന്നും പറയാനില്ല. പിന്നെ ബാറ്ററിയും ഈ ബാക്കി ഫോൺസ് വെച്ച് നോക്കുമ്പോൾ ആ ലെവലിലായിരിക്കത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ക്യാമറയാണ് ഹയസ്റ്റ് പ്രയോറിറ്റി എങ്കിൽ ഇതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഇനി അറൗണ്ട് 35,000 രണ്ട് ഫോൺസ് ആയിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നമുക്ക് OnePlus 13R വരുന്നുണ്ട്. അത് ആമസോണിലാണ് വരുന്നത്. ഓഫറൊക്കെ ചേർത്ത് 35,999 ഈ ഫോണിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെർഫോമൻസ്, ബാറ്ററി ലൈഫ്, ഫാസ്റ്റ് ചാർജിങ്, മനസ്സിലായോ, നല്ല കിടിലൻ ഡിസ്പ്ലേ, OnePlusൻ്റെ സോഫ്റ്റ്വെയർ, അങ്ങനെ അതൊക്കെയാണ് നിങ്ങളെ പ്രയോറിറ്റി എങ്കിൽ OnePlus 13R ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ക്യാമറ ഈ ഫോണിൻ്റെ ഇച്ചിരി ആവറേജ് സെറ്റപ്പാണ് കേട്ടോ, മനസ്സിലായി. പക്ഷേ ക്യാമറ നിങ്ങൾക്ക് അത്ര പ്രയോറിറ്റി ഇല്ലെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും അറൗണ്ട് 35,000. പിന്നെ നമുക്ക് 35,999 Pixel 9 വരുന്നുണ്ട് ഫ്ലിപ്കാർട്ടിൽ. നല്ല കിടിലൻ ഡീലാണ്, ഒന്നും പറയാതിരിക്കാൻ വെച്ചാൽ ഈ ഫോൺ ആർക്കെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ക്യാമറയാണ് പ്രയോറിറ്റി. പിന്നെ പിക്സലിൻ്റെ ആ ഒരു പിക്സൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ക്യാമറാസ് ഒബ്വിയസ്ലി OnePlus 13R വെച്ച് നോക്കുമ്പോൾ നല്ല ബെറ്ററാണ്, വീഡിയോയും കാര്യങ്ങളൊക്കെ. പക്ഷേ ക്യാമറ നിങ്ങൾക്ക് പ്രയോറിറ്റി ആണെങ്കിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പക്ഷേ നിങ്ങൾ ഹെവി ഗെയിമിങ്ങിന് ഈ ഫോൺ കൺസിഡർ ചെയ്യരുത്. കാരണം ഇതിൽ നമുക്ക് Tensor G4 ചിപ്സെറ്റാണ് വരുന്നത്. അത് ഹെവി ഗെയിമിങ്ങിന് അത്ര പറ്റും. പിന്നെ ഒരു കോമ്പാക്ട് ഫോം ഫാക്ടർ, ഇത് 6.3 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസൊക്കെ വരുന്നത്. അങ്ങനെയൊക്കെ എങ്കിൽ നിങ്ങൾക്ക് OnePlus 13R വരെ ഈ ഫോൺ കൺസിഡർ. പിന്നെ ബാറ്ററിയും OnePlus 13R ആ ലെവലിലായിരിക്കത്തില്ല ഒബ്വിയസ്ലി, കാരണം കപ്പാസിറ്റിയും കുറവാണ്. പിന്നെ അറിയാലോ G4 കുറച്ചുകൂടെ പവർ വലിക്കുന്ന ഒരു ചിപ്സെറ്റാണ്. പിന്നെ അറൗണ്ട് 40,000 രൂപ നമുക്ക് സാംസങ്ങിൻ്റെ S24 ഉണ്ട്, മനസ്സിലായി. 39,999 ആണ് ഓഫർ പ്രൈസൊക്കെ ചേർത്ത് ഇത് വരുന്നത്. ഫ്ലിപ്കാർട്ടിലാണ് വരുന്നത്, മനസ്സിലായി. അപ്പോഴും നിങ്ങൾക്ക് ഒരു കോമ്പാക്റ്റ് ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ 8 Gen 3 വെച്ചാണ് ഈ ഒരു ഇത് വരുന്നത് കേട്ടോ. നേരത്തെ നമുക്ക് S24 Exynos 2400 ആയിരുന്നു. അതും അത്യാവശ്യം നല്ല ചിപ്സെറ്റ് ആയിരുന്നു കേട്ടോ. പഴയ Exynos വെച്ച് നോക്കുമ്പോൾ അങ്ങനെ സീനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ 8 Gen 3 വെച്ചാണ് ഈ S24 വേരിയൻറ്റ് വരുന്നത്. അതൊരു ബോണസ് ആയിട്ട് നമുക്ക് എടുക്കാം. X ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ ക്യാമറ ട്യൂണിങ് യൂഷ്വലി നല്ലതാണ്. ഒരു അണ്ടർ 40,000 ഐ ബിലീവ്, മനസ്സിലായി. ഓവറോൾ ഒരു ബാലൻസ്ഡ് നല്ല ക്യാമറയാണ്, വീഡിയോസും ഒക്കെ നല്ലത് തന്നെയായിരിക്കും. പിന്നെ സാംസങ്ങിൻ്റെ ഫോൺസിലും പലർക്കും ഇപ്പം ഗ്രീൻ ലൈൻ ഇഷ്യൂ ഉണ്ടാകും, അറിയൊക്കെ ഉണ്ട്. അത് നിങ്ങൾ നോക്കുക, മനസ്സിലായി. നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്യൂ ആണെങ്കിൽ ഞാൻ പറയും, മനസ്സിലായി, നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രൈസ് സേവ് ചെയ്ത് Pixel 9 എടുക്കാം, മനസ്സിലായി. വേറെ ഓപ്ഷൻസ് നോക്കാം, മനസ്സിലായി. പക്ഷേ ഇത് ഓവറോൾ ഒരു ബാലൻസ്ഡ് പാക്കേജ് തന്നെയാണ്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ബജറ്റ് കൂട്ടുമ്പോൾ ഒരു 43,000-44,000 iPhone 15. അപ്പോൾ നമുക്ക് ആമസോണിൽ ഓഫറൊക്കെ ചേർത്തതിൻ്റെ പ്രൈസ് വരുന്നത് 43,749 നല്ല പ്രൈസാണ്. നിങ്ങൾക്ക് ഞാൻ പറയും, നിങ്ങളൊരു ഐഫോൺ നോക്കുന്നുണ്ടെങ്കിൽ മിനിമം iPhone 15 എടുക്കാം. അപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ iPhone 14 അണ്ടർ 40,000 39,999 കിട്ടുന്നുണ്ട്. പക്ഷേ അത് ഇത്തിരി ഔട്ട്ഡേറ്റഡ് ഫോണാണ്, ഔട്ട്ഡേറ്റഡ് ഡിസൈനും. പിന്നെ നമുക്ക് ലൈറ്റ്നിങ് ബോട്ടാണ് വരുന്നത്. ക്യാമറ ഒന്നും ഹയർ മെഗാ പിക്സൽ അല്ല, പിന്നെ ഡൈനാമിക് അല്ല, അങ്ങനത്തെ മോഡേൺ സെറ്റപ്പ് അല്ല ഒരു ഫോൺ. അത് ഇഗ്നോർ ചെയ്ത് ഞാൻ പറയും കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്ത് ഈ ഒരു ഫോൺ എടുക്കുക. ഇതിൽ നമുക്ക് Type-C പോർട്ട് വരുന്നുണ്ട്, ഡൈനാമിക് ഐലൻഡ് വരുന്നുണ്ട്, പിന്നെ 48 MB ക്യാമറ വരുന്നുണ്ട്. കുറച്ചുകൂടെ മോഡേൺ സെറ്റപ്പാണ്, മനസ്സിലായിരിക്കും. പിന്നെ ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് വരുന്നില്ല എന്നൊരു ഇതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഐഫോൺ എടുക്കുകയാണെങ്കിൽ മിനിമം ഈ ഒരു ഐഫോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത്. പിന്നെ OnePlus 13S കോമ്പാക്ട് ഫോണാണ്. അതിൻ്റെ ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് 48,000 ആണ്. ഭയങ്കര പ്രൈസ് ഡ്രോപ്പ് ഒന്നുമില്ല. നിങ്ങൾക്ക് ക്യാമറ അത്ര പ്രയോറിറ്റി, ഒട്ടും പ്രയോറിറ്റി അല്ല, നിങ്ങൾക്കൊരു കോമ്പാക്റ്റ് ഫോൺ തന്നെ വേണം, നല്ല കിടിലൻ ബാറ്ററിയും ഫാസ്റ്റ് ചാർജിങ് വേണമെങ്കിൽ OnePlus 13S കൺസിഡർ ചെയ്യാം. കാരണം 8Li ചിപ്സെറ്റ്, നല്ല കിടിലൻ ഡിസ്പ്ലേയും, പിന്നെ OnePlusൻ്റെ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും നല്ല ബാറ്ററി ലൈഫും ഒക്കെയാണ് വരുന്നത്, മനസ്സിലായി. പിന്നെ അറൗണ്ട് 50,000 IQ13 വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്താ പറയുക, അതിൽ നമുക്ക് പെർഫോമൻസ് ആണ് നിങ്ങൾ ഹയസ്റ്റ് പ്രയോറിറ്റി എങ്കിൽ നല്ല ഫോണായിരിക്കും. കാരണം 8Liൻ്റെ ഏറ്റവും നല്ല ട്യൂൺഡ് ആയിട്ടുള്ള ഒരു ഫോൺ അതാണ്. ഡിസ്പ്ലേ, സ്പാപ്റ്റിക്സ്, ക്യാമറാസും ജനറലി അടിപൊളിയാണ്. പക്ഷേ 3x ടെലിഫോട്ടോ അല്ലേ വരുന്നത്, 2x ടെലിഫോട്ടോ വരുന്നത്, അതൊരു സംഭവമാണ്. ബാക്കി ഫോൺ വൈസ് ഇറ്റ്സ് എ ഗുഡ് ഫോൺ എന്ന് പറയാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ റെക്കോർഡിങ് അതൊക്കെയാണ് നിങ്ങളെ പ്രയോറിറ്റി എങ്കിൽ ഞാൻ പറയും
ഐഫോൺ അല്ലെങ്കിൽ സാംസങ് S24 പിക്സൽ 9 അതൊക്കെ ആയിരിക്കും ബെറ്റർ ഈ iQ13 ഒക്കെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ. പക്ഷേ ഫോട്ടോഗ്രാഫി അത്യാവശ്യം ഫോട്ടോഗ്രാഫിയും പെർഫോമൻസും ബാറ്ററി ഫാസ്റ്റ് ചാർജിങ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഫോൺസ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഐഫോൺ മോഡൽ ഐഫോൺ 16 പ്രൈസ് വരുന്നിരിക്കുന്നത് 52,000 ആണ് ഫ്ലിപ്കാർട്ടിൽ. ബാങ്ക് ഓഫർ കഴിയുമ്പോൾ ഇനിയും കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൈസിന് നല്ലൊരു ഐഫോണാണ്. നമുക്ക് ഐഫോൺ 15 വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ്, പിന്നെ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്, മനസ്സിലായി. പിന്നെ ബെറ്റർ കൂളിങ്ങും, പിന്നെ ക്യാമറയും കുറച്ചൊക്കെ ബെറ്റർ ആണ്, മനസ്സിലായി. ഡിസ്പ്ലേ ഇപ്പോഴും 60 Hz ആണ്. അതായത് ഐഫോൺ 15 ഇതിലൊക്കെ 60 Hz ആണ്. അതിപ്പോൾ ഐഫോൺ 17 വന്നപ്പോഴാണ് നമുക്ക് 120 Hz കിട്ടിയത്. അപ്പോഴേ ആ ഒരു സംഭവം ഉണ്ട്. പക്ഷേ 52,000 അത്യാവശ്യം നല്ല ഫോൺ തന്നെ കേട്ടോ, വേറെ സീനില്ല. പിന്നെ ഈ വർഷം തന്നെ ഓവറോൾ ഒരു ബെസ്റ്റ് ഫോൺ എന്ന് ഞാൻ പറയാം OnePlus 13 ഓഫർ പ്രൈസ് 1000 ആണ്, അറൌണ്ട് 57,000 ആണ്. ആമസോണിലാണ് വരുന്നത്, മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് ഓവറോൾ ഒരു ബാലൻസ്ഡ് പാക്കേജ് നല്ലൊരു കിഡിലൻ ഫോൺ വേണമെങ്കിൽ 57,000 നല്ല വർത്താണ് OnePlus 13 ഒക്കെ. പിന്നെ ഞാൻ പറയും വീഡിയോ റെക്കോർഡിങ് ഐഫോണിന് തന്നെ ആയിരിക്കും ഈ പ്രൈസിൽ ബെറ്റർ ആയിട്ട് വരുന്നത്. അതൊഴിച്ച് ബാക്കി എല്ലാത്തിലും OnePlus 13 നല്ല കിഡിലൻ പാക്കേജ്. പിന്നെ ഇത്തവണ എല്ലാവരും ഞെട്ടിച്ചൊരു ഡീലുണ്ട്. ഐഫോണിൻ്റെ പ്രോ സീരീസിലും ഓഫർ വന്നിട്ടുണ്ട്. ഐഫോൺ 16 Pro നമുക്ക് കാർഡ് ഓഫർ കഴിഞ്ഞ് 70,000 കിട്ടുമെന്നാണ് പറയുന്നത്. ഫ്ലിപ്കാർട്ടിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. പക്ഷേ എത്ര അവർ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷെ കിട്ടിയാൽ നല്ലൊരു ഡീൽ തന്നെയാണ്, മനസ്സിലായോ. പ്രോ ഐഫോണിന് അതിൻ്റെതായ ഒരു സംഭവമുണ്ട്, എക്സ്ട്രാ സൂം ലെൻസും പിന്നെ 120 Hz ഞാൻ പറഞ്ഞില്ല ഈ വർഷത്തോടെ എല്ലാ ബേസ് മോഡൽസിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ 4K 120 FPS റെക്കോർഡിങ്, പിന്നെ പ്രോ ഐഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോഗ് വീഡിയോയുടെ സപ്പോർട്ടും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ 70,000 16 Proക്ക് നല്ലൊരു പ്രൈസ് തന്നെയാണ്. പിന്നെ സാംസങ്ങിൻ്റെ അൾട്രാ ഫോൺ നിങ്ങൾ നോക്കുന്നുണ്ടായിരുന്നെങ്കിൽ S24 അൾട്രാ 71,000 ആമസോണിൽ കിട്ടും കേട്ടോ. നല്ല പ്രൈസിങ്, അതും നല്ല പ്രൈസിങ് ആണ്. നമുക്ക് S25 അൾട്രാ ഇതും ഓൾമോസ്റ്റ് സിമിലർ എന്ന് പറയാം. S25 അൾട്രയുടെ ഫോം ഫാക്ടർ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്, കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇതും നല്ല ഫോൺ തന്നെയാണ്. ആൻറ്റി റിഫ്ലക്റ്റീവ് ഡിസ്പ്ലേ വരുന്നുണ്ട്. Edge 3 ഇപ്പോഴും നല്ല ക്യാപ്പബിൾ ആണ്. പിന്നെ ക്യാമറ സെറ്റപ്പ് ഒക്കെ മോർ ഓർ ലെസ് സിമിലർ തന്നെയാണ് കേട്ടോ. വീഡിയോ റെക്കോർഡിങ്ങും എല്ലാം അടിപൊളിയായിരിക്കും, മനസ്സിലാവും. അപ്പോൾ ഇതും നല്ലൊരു ഡീൽ തന്നെയാണ്. പിന്നെ നിങ്ങൾ അറൗണ്ട് 12,000 ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ iQ7X ആ ഒരു പ്രൈസിന് നമുക്ക് ആമസോണിൽ കിട്ടും. അടിപൊളി ഫോണാണ്. അപ്പോൾ ഈ ഫോൺസിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ബൈയിങ് ലിങ്ക്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ബെസ്റ്റ് ഓഫേഴ്സായിട്ടൊക്കെ തോന്നിയത്, മനസ്സിലായി. വേറെയും കുറേ ഓഫേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ബെസ്റ്റായിട്ട് ഈ ഡീൽസാണ് തോന്നിയത്. അപ്പോൾ മാക്സിമം നേരത്തെ തന്നെ ഓഫേഴ്സ് ഗ്രാബ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇവർ പ്രൈസ് കൂട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ട്, മനസ്സിലായി. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഈ പറഞ്ഞ ബെസ്റ്റ് പ്രൈസിനൊന്നും കിട്ടിയെന്ന് വരത്തില്ല. ഓക്കെ, അപ്പോൾ സെയിലിനെ പറ്റി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.